നന്നായിട്ട് മനസ്സിലാവും, ഒരു ഡൗട്ടിന്റെ കാര്യമില്ല ആർക്കും. പിന്നെ അതുപോലെ തന്നെ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് വീട്ടിൽ ഇരുന്ന് ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ ഉറപ്പാണ്, ഒന്നും പേടിക്കണ്ട. ഞാൻ അതുപോലും ചെയ്തിട്ടില്ല സത്യത്തിൽ. പിന്നെ സത്യത്തിൽ സ്പീക്കിങ്ങും റൈറ്റിംഗും എനിക്ക് അങ്ങനെ പാടായിട്ട് ഓൾറെഡി തോന്നിയിട്ടില്ല. ഞാൻ അവിടെ വെച്ച് ആദ്യം തൊട്ട് എഴുതുമ്പോഴേ എനിക്ക് അത് രണ്ടും കിട്ടുമായിരുന്നു. ഇത് ലിസണിങ് റീഡിങ് എനിക്ക് എപ്പോഴും 10-20 മാർക്കിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ലിസണിങ് റീഡിങ്ങും എനിക്കാണെങ്കിൽ 330 റീഡിങ്, 320 ലിസണിങ്, അങ്ങനെയായിരുന്നു ഒരു വട്ടം. അത് കഴിഞ്ഞ് അതിന് ഇതിന് മുമ്പ് അറ്റൻഡ് ചെയ്ത, അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന ശേഷമല്ല, ഇതിന് മുമ്പത്തെ വട്ടം. സെക്കൻഡ് ടൈമിൽ അങ്ങനെ തന്നെ, അതായത് ഒരു 10-20 മാർക്കിലൊക്കെയാണ് പോയത്. ഈ പ്രാവശ്യം എനിക്ക് 350 and 360 ലിസണിങ് റീഡിങ്. പക്ഷെ എനിക്ക് അതിൽ കൂടുതൽ മാർക്ക് കിട്ടിയെങ്കിൽ ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ പഠിച്ചിരുന്നെങ്കിൽ. ക്ലാസ് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി എനിക്ക് തോന്നിയ ഡിഫറൻസ്, എനിക്ക് നേരത്തെ ആണെങ്കിൽ പോലും 4 ക്വസ്റ്റ്യനിൽ എടുക്കുമ്പം 2 എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നേരത്തെ ആണെങ്കിൽ 2 എനിക്ക് എപ്പോഴും ഡൗട്ട് വരുന്നു. പക്ഷെ മാമിന്റെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ആ 2 കറക്റ്റ് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ മാം പറഞ്ഞു തരുന്ന രീതികളില്ലേ, മാം പറഞ്ഞു തരത്തില്ലേ ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന പോലെ അപ്രോച്ച് ചെയ്യണം, ഇല്ല ജനറൽ ക്വസ്റ്റ്യൻ, അല്ലെ പർപ്പസ് ക്വസ്റ്റ്യൻ, അങ്ങനെ ഓരോ കാര്യങ്ങളും മാം ഈച്ച് ആൻഡ് എവരിതിങ് മാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു മെത്തേഡിൽ നോക്കുമ്പോൾ ഇത് എനിക്ക് ഈ 2 കറക്റ്റ് ആൻസർ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക്